എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. ഈ സെക്കൻഡ് ചാനൽ കേട്ടോ. അപ്പൊ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ അതിനകത്ത് ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഷിതയുടെ മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇന്നത്തേക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കയറി എല്ലാവരും കാണണേ. അതോടൊപ്പം തന്നെ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ അതിനകത്ത് കേട്ടോ. ബാക്കി ആദർശിന്റെ നയനയുടെയും ബാക്കി നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മുടെ മെയിൻ ചാനലിനകത്തായിരിക്കുവേ. അപ്പൊ ആ പുതിയ ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി അതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണുന്നത് ഗീതുവിനെ കൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് പുറത്തൊരു ബെൻസ് കാറ് കിടക്കുന്നു. പെട്ടെന്ന് ഗീത ചോദിച്ചു, ഇതെന്താ ഗോവിന്ദേട്ടാ? പുതിയ കാറ് വാങ്ങിയെന്ന് വെച്ചാ? അതെ, പുതിയ കാറ് വാങ്ങിയെന്ന് പറയണ. ഗീതിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഗീതനോട് പറഞ്ഞു, ഇതേ നിനക്കും ഇതേ നമ്മുടെ കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളതെന്ന് പറയണ. ഇത് കേട്ടപ്പം ഗീത് കൈ കൊണ്ടൊരു ഉമ്മ കൊടുക്കുകയാണിങ്ങനെ. ആഹാ, കയ്യും കൊണ്ടൊന്നും പോരാ, ഇത് ശരിക്കും വേണമെന്ന്, ഒറിജിനലായിട്ട് വേണമെന്ന് പറയാം. പിന്നെ നടുറോട്ട് ഇറങ്ങി എന്നിട്ടല്ലേ അഭ്യാസം, ഒന്ന് പൊക്കെ, ഇവിടെയൊക്കെ ആൾക്കാർ ഉണ്ട്, അവരൊക്കെ കാണുമെന്ന് പറയാം. പിന്നെ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഉമ്മ മേടിച്ച് എനിക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട, കാറിലേക്ക് കയറാൻ പറയണം. അങ്ങനെ ഗീതവും ഗോന്നും കൂടെ കാറിലേക്ക് കയറി പോവാണ്. അങ്ങനെ പോണ സമയത്ത് ഗീത ഒന്നും മിണ്ടാതിരിക്കുക. എന്ത് പറ്റി? പുതിയ കാറൊക്കെ ഞാൻ മേടിച്ചിട്ടും ഇത്ര ഇതായിട്ട് ഇരുന്നിട്ടും ഒരു റൊമാൻറ്റിക് മൂഡ് പോലും ഇല്ലല്ലോ. ആകെപ്പാടെ വിഷമമുള്ള മുഖത്ത് ശോകഭാവമാണല്ലോ എന്ന് പറയണം. എങ്ങനെ വിഷമിക്കാതിരിക്കും? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ കാറൊക്കെ മേടിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ നിൽക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? ആ സത്യദാസിനെ എങ്ങനെ പുറത്താക്കുമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കും. ഓ, അതാണ് ആ കാര്യം. അതെന്താ നിസ്സാര കാര്യമാണോ? തലയിലൊരു ബോംബ് എടുത്ത് വെച്ചിരിക്കുന്ന പ്രതീതിയപ്പം അയാളെ എങ്ങനെ പുറത്താക്കുന്നോർത്ത് മനുഷ്യന് ആകെപ്പാട് ടെൻഷനാ. അല്ല ഗീതു, നീ എന്തിനാ അയാളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണേ? ഇതേ കണ്ണേട്ടൻ പറയുന്ന പോലൊന്നും അല്ല. അയാളിൽ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണം. സംശയം എന്ന് പറഞ്ഞാല് ചെറിയ സംശയമൊന്നുമല്ല, കാര്യമായിട്ടുള്ള സംശയം തന്നെയാ. അയാളുടെ പ്രവൃത്തികൾ അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുമോന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന്. കണ്ണ് കാണാൻ പറ്റുമോന്ന്? അതെ, കണ്ണ് കാണാൻ പറ്റുമോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം ഞാൻ പല കാര്യങ്ങളും അയാളെക്കുറിച്ച് ശ്രദ്ധിച്ചു. രാധികാമയായിട്ട് അയാൾ എന്തിനാ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? രഞ്ജുവിന്റെ അച്ഛനാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീട്ടുകാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ വിജയലക്ഷ്മി അമ്മയുടെ ഭർത്താവാന്ന് പറഞ്ഞ് അയാൾ വന്നു. എന്റെ അച്ഛൻ പോലും അങ്ങനെ പറയുന്നു അയാളെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ. അപ്പൊ അവര് തമ്മിൽ എന്തോ ഒരു ഡീലിങ്സ് ഇല്ലേ എന്നൊരു സംശയം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, അല്ല രാധികാമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മുമ്പത്തെ കാര്യങ്ങളൊക്കെ. രാധികാമ്മ ഞാൻ ഈ നാട്ടുകാരി അല്ലെന്ന ഭാവത്തിലാണ് നിന്നെ. എനിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ ഒരു വെറുതെക്കാരിയെ പോലെ രാധികാമ നിന്നെ. അതിനർത്ഥം രാധികാമ അല്ല എന്ന് അയാളുടെ മുന്നിൽ ഭാവിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയാം. ഓഹോ, അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അല്ല കണ്ണേണ്ണ ഇത് കേട്ടിട്ടൊന്നും തോന്നില്ലെന്ന് ചോദിക്കുക. എന്ത് തോന്നാനായിട്ട്? അല്ല ഈ കാര്യങ്ങളൊക്കെ അതെ, ഇപ്പം നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അല്ല അയാൾ എന്തിനാ സത്യദാസിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോണെന്ന് നിൽക്കുക? അയാളെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ആര് പറഞ്ഞു? അയാളെ ഓഫീസിലേക്കൊന്നും അല്ല കൊണ്ടുപോകണേന്ന് പറയണം. ഇത് കേട്ടോ ഗീതു ഒരു അന്താളിപ്പോട് കൂടി ഗോവിന്ദനെ നോക്കുകയാണ്. ഈ സമയം സത്യദാസിനെയും കൊണ്ട് രമേശ് കാറി പോവാണ്. അപ്പൊ സത്യദാസ് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല ഇത് AGM-ലേക്ക് പോകുന്ന റൂട്ടല്ലോ എന്ന് പറയണം. ആഹാ, അല്ല സാറിന് കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് സാറിന് ഇപ്പൊ കണ്ണ് കാണാവൂന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോ അയാളൊന്നും ഞെട്ടി, അയാളൊന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോഴേക്കും വഴിയിൽ അജാസ് കൈ കാണിക്കുകയാണ്. അജാസ് കാറിനകത്തേക്ക് കയറി സത്യദാസിന്റെ അരിയിൽ ഇരിക്കുകയാണ്. അപ്പൊ സത്യദാസ് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറിയെന്ന് ചോദിക്കുകയാണ്. അജാസ് ഒന്നും മിണ്ടിയില്ല. സത്യം പറ, നിങ്ങൾ ആരാ? എനിക്കിപ്പോ ഇവിടെ ഇറങ്ങണം, നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രമേശൻ പറഞ്ഞു, അവിടെ അടങ്ങിയിരിക്കും സാറേ എന്ന് പറയാണ്. സത്യം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയണം, അല്ല ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കും, കിടന്ന് അലറി കരയുമെന്നൊക്കെ പറയാം. അപ്പോഴേക്കും അജാസ് എന്ത് ചെയ്യുക, തന്റെ കയ്യിലിരുന്ന് ആ തോക്കെടുത്ത് അയാളുടെ നെറ്റിയിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, അനങ്ങി പോയേക്കരുത്, അനങ്ങി പോയിട്ട് ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് ഇവിടെ ഇരുന്നോണം, നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഇനി നീ നാവിട്ട് അലച്ചാലുണ്ടല്ലോ നിന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് പറയണം. പിന്നെ ഒന്നും മിണ്ടാതെ അയാൾ കാറിനകത്തിരിക്കുകയാണ്. ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ നേരെ കടൽപ്പുറത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗോവിന്ദ് ഗീതുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനും അജാസും കുറച്ച് നാളായിട്ടൊരു അന്വേഷണത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ച സമയത്തുണ്ടായിരുന്ന കുറെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചാണായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു ഇത്ര നാളെന്ന് പറയാം. എന്നിട്ടോ എന്തെങ്കിലും കാര്യത്തിൽ എത്തിച്ചേർന്നെന്ന് ചോദിക്കാം. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തി, പക്ഷെ അതൊന്നും അങ്ങനെ ശരിയാകുന്നില്ല. അപ്പൊ അതിന്റെ വ്യക്തത വരണം എന്ന് പറയണ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കണ്ണേട്ടാ? കണ്ണേട്ട ഇങ്ങനെ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇത്രയും കാലം അന്വേഷിച്ചിട്ട് വല്ലതും കിട്ടിയോന്ന് ചോദിക്കാം.
എൻ്റെ അച്ഛൻ മരിച്ച എൻ്റെ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താണോ ആരെങ്കിലും അച്ഛനെ കൊന്നാണോ എന്നും സംശയമുണ്ടെന്നറിയാം. അന്ന് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന അച്ഛൻ്റെ ആ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ അന്വേഷിച്ച സി എ ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ. അവരും അനാർക്കലിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അത് അപ്പൊ അച്ഛൻ്റെ കേസൊക്കെ അന്വേഷിച്ച ഈ സി എ കൃഷ്ണകുമാർ അയാള് അച്ഛൻ മരിച്ചൊരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ അയാള് കൊല്ലപ്പെട്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീതുവിന് ഒരു ഞെട്ടുണ്ടായി. കൊല്ലപ്പെട്ടോന്ന് ചോദിക്കണം. അതെ, അയാൾ കൊല്ലപ്പെട്ടെന്ന് പറയണം. സത്യദാസൻ അതിനകത്ത് പങ്കുണ്ടോന്ന് സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും ഗീതു പറഞ്ഞു, സത്യദാസിന് പങ്കുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വിജയലക്ഷ്മി അമ്മയ്ക്ക് പങ്കില്ല എന്ന് എനിക്കറിയാം. വിജയലക്ഷ്മി അമ്മ അങ്ങോട്ട് ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അതെനിക്കറിയാം. ഈ പറയുന്ന വിജയലക്ഷ്മി അമ്മയ്ക്ക് അതിനുള്ള പാങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരാളെ കൊല്ലാനോ അങ്ങനെ കാര്യങ്ങൾ ഒളിപ്പിക്കാനുള്ള ശേഷികളൊന്നും ഇല്ല. കാരണം അതിനു മുമ്പ് വരെ വീട്ടിലൊരു വെറും ഒരു അടുക്കളക്കാരിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാ വിജയലക്ഷ്മി. എന്ന കുടുംബിനിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാ. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് പുറത്ത് പോലും ഒരു കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ്റെ മരണശേഷമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നുള്ള കാര്യം. പിന്നീട് ഗീത പറഞ്ഞു, അല്ല പിന്നെ എന്തിനാ കണ്ണേട്ടൻ അമ്മേനെ ഇങ്ങനെ സംശയിക്കണമെന്ന് ചോദിക്കുക. ഞാനങ്ങ് സംശയിച്ചല്ല, ഇതിന്റെ പിന്നെ പല രഹസ്യങ്ങളും ഉണ്ട്. ഒരു പക്ഷേങ്കില് ഈ CI വിജയകുമാർ മരിച്ചില്ലേ 5 വർഷത്തിന് ശേഷം, അങ്ങനെ ഉണ്ടെങ്കിൽ അവരും അനാർക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം. അച്ഛന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിച്ച കൃഷ്ണകുമാറില്ലേ, ഒരു പക്ഷെ അച്ഛൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിലോ കൊല്ലപ്പെട്ടതാണെങ്കിലോ. ഇത് കേട്ടപ്പം ഗീതം ചുറ്റി കൊല്ലപ്പെട്ട, അതെ, അച്ഛനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെങ്കിലോ. ഒരു പക്ഷെ അച്ഛന്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനാർക്കലിയും കൃഷ്ണകുമാറും കൂടെ ചേർന്നാവാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം വല്ല സാമ്പത്തികത്തിന്റെ കാര്യം പറഞ്ഞ് കൃഷ്ണകുമാറിനെ ചിലപ്പം അനാർക്കലി ഇല്ലാതാക്കിയതാണെങ്കിലോ. കൃഷ്ണകുമാറിനെ ഇല്ലാതാക്കിയതിന്റെ കേസിലാണ് അനാർക്കലി അകത്ത് പോയി കിടന്നേ. പക്ഷെ ആ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അങ്ങനെ ചെയ്തേ. അത് ഒരു പക്ഷെ സംശയത്തിന് നേരിൽ നിൽക്കുന്ന കാര്യങ്ങളാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും എന്തെങ്കിലും ബന്ധം കാണുമോ? എന്റെ അച്ഛന് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അച്ഛനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ ഗീതു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, ഭദ്രന് ഇതിനകത്ത് ബന്ധമുണ്ടോന്ന് അറിയില്ല. ഒരു പക്ഷെ ഭദ്രൻ വെറും ഒരാൾ മാത്രമായിരിക്കും. കാരണം എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്തുള്ള കുറെ പൈസയൊക്കെ പിരിച്ചെടുത്ത ഈ ഭദ്രനായിരുന്നു. പക്ഷെ ഭദ്രൻ പിരിച്ചെടുത്ത പൈസയൊക്കെ ഭദ്രൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന വലിയൊരു എമൗണ്ട് അതൊരിക്കലും ഭദ്രന്റെ കൈ വന്ന് ചേർന്നിട്ടില്ലാന്ന് തോന്നേ. ഭദ്രനെ അവർ കരുവാക്കുക ചെയ്തേന്ന് തോന്നേ. ഭദ്രൻ പൈസ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഇതിനകത്ത് ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. കൃഷ്ണകുമാറിനെ കൊല്ലണമെങ്കിൽ അനാർക്കലി അങ്ങനെ കൊല്ലണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണുമായിരിക്കും. ആ തട്ടിച്ചെടുത്ത പണമൊക്കെ ഒരുപക്ഷെ അയാൾ കൊടുക്കാതെ വന്ന് കാണിരിക്കും. അതാണോ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്നറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, അങ്ങനെ എന്തേലും ഒരു കാര്യം കാണുമായിരിക്കും. അല്ലാതെ ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഫോൺ ബെല്ലടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോ അജാസിനോട് എന്തായ കാര്യങ്ങളെന്ന് ചോദിക്കാം. ഞങ്ങൾ കുറെ ചോദ്യം ചെയ്തു, ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഗീതി ചോദിച്ചു, ലൗഡ് സ്പീക്കർ ഇടാൻ പറ്റുമോ കണ്ണേട്ടാന്ന് ചോദിക്കുക. ലൗഡ് സ്പീക്കർ ഇടുവാണ്. പിന്നീട് അജാസ് പറഞ്ഞു, പഠിച്ച കള്ളനാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അജാസെ, അയാളെ കയ്യിലെടുക്കുന്നോണ്ട് ഒരു പ്രയോജനം കാണത്തില്ലെന്ന്. അയാള് കയ്യിലെടുത്താൽ അയാൾ സത്യം തുറന്നു പറഞ്ഞു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ ഒന്നുകൂടെ ശ്രമിച്ചു വെക്ക അജാസിന്റെ രീതിയിൽ. പിന്നെ ദേഹോദരമൊന്നും അധികം വേണ്ട, കൊല്ലൊന്നും വേണ്ട. പിന്നെ ഇതിന്റെ പിന്നെ ഞാനാന്നുള്ള കാര്യം പെട്ടെന്നൊന്നും അറിയരുതെന്ന് പറയാണ്. അയാളിന്റെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ നോക്കുക. അതിനുശേഷം മതി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ. പറഞ്ഞ മനസ്സിലായല്ലോ? അതൊക്കെ അറിയാം സാറേ, ഇതുവരെയായിട്ടും വലിയ വലിയ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാന്ന് പറയണം. പിന്നെ എൻ്റെ പേര് ഒരു കാരണവശാലും പറഞ്ഞേക്കില്ല. ഇല്ല സാറേ, അതൊന്നും ഇല്ലാന്ന് പറയണം. ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് കോള് കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഒരു അന്താളിപ്പോട് കൂടി ഗോവിന്ദനെ നോക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, സത്യദാസ് ഉണ്ടല്ലോ ഇപ്പൊ അജാസിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയണേ. അജാസിന്റെ കസ്റ്റഡിയിലാ? നീ അറിയത്തില്ലാത്ത ഒരു വലിയൊരു സത്യം ഞാൻ നീ പറയട്ടെ. ഈ പറയുന്ന സത്യദാസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ആരാന്നോർത്തണ്ട, ഈ ഞാനാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു ഞെട്ടി. സത്യദാസിനെ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ നിന്ന് ഇറക്കിയതോ? അതെ, കാരണം അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഇതിനകത്ത് എൻ്റെ അച്ഛന്റെ കൊലപാതകത്തിൽ എങ്ങനെ ഈ സത്യദാസിനെ പങ്കുണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ കൊന്ന കേസിലെ പ്രതിയായിട്ടാണ് സത്യദാസും പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനെ കൊന്ന കേസിൽ അയാൾക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ അയാളെ ആ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനാണ് അയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയെന്ന്. പക്ഷെ അത് അയാൾക്ക് പോലും അറിയത്തില്ലാത്ത കാര്യമാണ്. അയാൾ ഇറങ്ങി കഴിയുമ്പോൾ ഞാനത് അറിഞ്ഞില്ല. പക്ഷെ അറിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ അറിയാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അയാൾ എങ്ങനെ പോയെന്ന് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അവസാനം അയാളെ അന്വേഷിച്ച് ഞാനും അജാസും രമേശനും ഒക്കെ നടന്നു. ഒടുവിലാണ് അയാളെ കണ്ടെത്തിയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു വിളിഞ്ഞ് ഞെട്ടലുണ്ട്. അപ്പം ഗോവിന്ദന്റെ എതിർക്ക് മുന്നേ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദന്റെ സത്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ട്.
അതുകൊണ്ട് ഗീതു നീ പേടിക്കണ്ട, അയാളുടെ കാര്യത്തിൽ പേടിക്കണ്ട. ഞങ്ങളുടെ നോട്ടപ്പുള്ളി അയാളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കാനുണ്ട്. അതുവരെ അയാൾ വേറൊരു സത്യങ്ങളും അറിയാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ഈ സമയം ആജാസ് നേരെ സത്യദാസിന്റെ അടുത്തേക്ക് എല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, സത്യം പറ, ഉം, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങളെ കൃഷ്ണകുമാറിനെ കൊന്നപ്പോൾ നിങ്ങളില്ലായിരുന്നോ കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, ഉള്ള കാര്യം പറയാലോ, എനിക്ക് യാതൊരു പങ്കുമില്ല, എനിക്കൊരു മനസ്സറിവില്ല, എല്ലാം അനാർക്കലിയാന്ന് പറയണം. കൃഷ്ണകുമാറിന്റെ മോനെന്നുള്ള രീതിയിലാണ് അജാസ് ഇടപെട്ടുകൊണ്ടിരുന്നത്. കാരണം ഗോവിന്ദ അതിന്റെ പിന്നിൽ നിന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ കൃഷ്ണകുമാറിന്റെ മോന്, എൻ്റെ അച്ഛനെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ട് ആ പണം നിങ്ങൾ കൈക്കലാക്കില്ലെന്ന് ചോദിക്കുക. സത്യമായിട്ടും എനിക്കറിയില്ല മോനെ, എനിക്കൊരു 5 പൈസ പോലും കിട്ടിയിട്ടില്ലെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട. എന്നിട്ട് നിങ്ങൾ ഇത്രയും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വന്നിട്ട് ആ പൈസ എടുത്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നല്ലേന്ന് ചോദിക്കും. അയ്യോ, അങ്ങനൊന്നും പറയില്ല, സത്യം പറഞ്ഞില്ല കൊല്ലൂന്ന് പറയണം. അവസാനം അയാൾക്ക് തോന്നി സത്യം പറഞ്ഞില്ലെങ്കിൽ എന്തേലും പണി പാളൂന്ന്. അപ്പൊ എന്തേലും തൽക്കാലത്തേക്ക് പിടിച്ചിരിപ്പിന് വേണ്ടി എന്തേലും കള്ളക്കള പറഞ്ഞേ പറ്റുള്ളൂ. ഈ സമയത്ത് സത്യദാസ് പറഞ്ഞു, ഒരുപക്ഷെ ഈ കൃഷ്ണകുമാറും അനാർക്കലും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബന്ധം വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഈ ഗോവിന്ദന്റെ അച്ഛന്റെ കേസ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഗോവിന്ദന്റെ അച്ഛനെ അവര് ഇല്ലാതാക്കിയതായിരിക്കണം, സ്വത്തും പണവും തട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു, അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാമെന്ന് ചോദിക്കുക. എൻ്റെ ഒരു ഊഹം മാത്രം സാറേ. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നിങ്ങൾ സത്യം പറഞ്ഞില്ലേ ഉണ്ടല്ലോ, ഗോവിന്ദൻ നിങ്ങളെ കൊല്ലും. നിങ്ങളിപ്പോൾ എന്നോട് സത്യം പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗോവിന്ദനോട് പറയും. എങ്ങനെയുണ്ട്? ഗോവിന്ദനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറയണം. അതെ, ഗോവിന്ദ് സാർ ആരെയും കൊല്ലാൻ വല്ല, അയാൾ ഒരു ഉറുമ്പിനെ പോലും നോക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ എനിക്കറിയാം സാറേ, എനിക്ക് അതൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് സാറിനെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ സത്യമാണെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹജാസ് ഒന്ന് ആലോചിച്ചു, ഇയാൾ പറഞ്ഞ് സത്യമാണോ? ഒരു പക്ഷേ കള്ളമായിരിക്കാം, എങ്ങനെയും കണ്ടെത്തിയാൽ മതിയുള്ളൂ. ഇയാൾ കണ്ണുപൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെയാ, പക്ഷെ അയാൾക്ക് കണ്ണൊക്കെ കാണാം. അത് എല്ലാവരും മുന്നിൽ തെളിയിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അജാസ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.